കല്ലുവേ ഡി കല്ലുവേ. എന്താ അച്ഛാ? ഐ, അമ്മേനെ വിളിച്ചപ്പോ മോളാണല്ലോ വരുന്നത്. എന്നാ അച്ഛാ മോളെ വിളി, അപ്പ അമ്മ വരും. ഇതെന്തത് ഇവിടെ എല്ലാം തലയിരിഞ്ഞ് കിടക്കുകയാണോ? എന്നെ വിളിച്ചോരെ കേട്ടാ? ഊവോ. എന്തേ? ഒരു ന്യൂസ് ഉണ്ട്. സുനിലിന്റെ പെങ്ങളൂട്ടിയുടെ കല്യാണാണ്. ഏത് സുനില്? ആ ഹോട്ടലിൽ നടത്തിയിരുന്ന സുനിലോ അതോ ഏട്ടന്റെ പെങ്ങടെ ഭർത്താവോ? എന്റെ പെങ്ങടെ ഭർത്താവ്. അല്ല, ഹോട്ടലിൽ നടത്തുന്ന സുനിലിന് എവിടെയാ പെങ്ങളിരിക്കണേ? അവൻ ഒറ്റ മോനല്ലേ? ഓ, അത് ശരിയാണല്ലോ. മോളുടെ അച്ഛന് ഒരു സിസ്റ്റർ ഇല്ലേ? ഷോ, അവരുമായിട്ടൊക്കെ വഴക്കിട്ട് പിരിഞ്ഞു വന്നിട്ട് ഇപ്പൊ കൊല്ലം ഒന്നാവാറായി. ഇവള് ചെറിയ കുട്ടിയായിരുന്നില്ലേ, അതാണ് ഓർക്കാത്തത്. അച്ഛന് ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങൾക്ക് ഒരു നാത്തൂനുണ്ട്. ആ നാത്തൂന്റെ കല്യാണാണ്. വല്ലതും പറഞ്ഞത് മനസ്സിലായോ? അച്ഛന്റെ സിസ്റ്ററിന്റെ നാത്തൂൻ, അതമ്മയല്ലേ? അമ്മയ്ക്കാ കല്യാണം? മോളെ, നിനക്ക് സുനിൽ മാമയെ ഓർമ്മയില്ലേ? ചിന്നു മാമിയുടെ ഹസ്ബൻഡ്, സുനിൽ മാമയുടെ അനിയത്തി മാളവിക ചെറിയമ്മ. മാളുവിനെ നിനക്ക് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. ആ ചെറിയമ്മയുടെ കല്യാണാണെന്നാണ് പറഞ്ഞത് കേട്ടാ. എന്നാ കല്യാണം? തീയതിയൊന്നും അറിയില്ല. അവരെ ഇങ്ങനെ ഉറപ്പിച്ചു എന്നൊക്കെ കേൾക്കണു. ഉപ്പ് വാങ്ങണ്ടേ? കല്യാണം എന്നൊക്കെ കേട്ടതേ അവൾക്ക് ഡ്രസ് എടുക്കാൻ ധൃതിയായി. അല്ലരെ കേട്ടാ, അവരോട് പിണങ്ങിയിട്ടല്ലേ നമ്മൾ ഇങ്ങടേക്ക് മാറിയത്. ഇനി കല്യാണത്തിന് വിളിക്കാണ്ടിരിക്കോ? ഇല്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചടങ്ങുകൾ ഉള്ളപ്പോഴല്ലേ കുടുംബങ്ങളൊക്കെ ഒരുമിക്കണേ. അല്ലേലും നമ്മളല്ലല്ലോ തെറ്റുകാര, അവരായിരുന്നില്ലേ? അതും ശരിയാണ്. അവര് വിളിക്കുന്ന അച്ഛനെ എങ്ങനെയാ അറിയാ? അതൊരു ചോദ്യമാണല്ലോ. എങ്ങനെയാ നിങ്ങൾ അറിയാ? രാവിലെ നിന്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു. സുനിലോട് പറഞ്ഞിട്ടുണ്ട് ഇത്രേ നമ്മളെ വന്ന് ക്ഷണിക്കണം എന്ന്. പറ്റില്ലാന്ന് വല്ലതും പറഞ്ഞോ? പറഞ്ഞു നോക്കി, പക്ഷെ അച്ഛൻ ചൂടായി ഇത്രേ. അച്ഛൻ ചൂടായ സ്ഥിതിക്ക് സുനിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ഞായറാഴ്ച വരുന്നാ പറയണേ. അപ്പൊ നിങ്ങളുടെ പെങ്ങളെ ചിന്നും കുട്ടികളും ഒക്കെ കാണൂലോ. അവളൊരു പാവല്ലേ? അവനും പൈസക്കാര്യത്തിൽ ലേശം ആർത്തി ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അതല്ലേ നമ്മളുമായിട്ട് പിണങ്ങാൻ തന്നെ കാരണം. ഇനി നമ്മൾ അതൊന്നും ആലോചിക്കണ്ട. വരണമെങ്കിൽ വരട്ടെ. ഏട്ടന് ചിന്നുനെ കാണാണ്ടിരിക്കുമ്പോ വിഷമുണ്ട് അല്ലേ? അതൊന്നും നീ ഇപ്പൊ പറയണ്ടാട്ടാ. ഇന്ന് ഞായറാഴ്ചയല്ലേ, നമുക്ക് മാളിൽ പോയാലോ? ടൗണിലേക്ക് പോണോ? എന്തുട്ടിന്? ചുമ്മാ ഒരു രസം. ഞാൻ പേടിച്ചു, കഴിഞ്ഞ ഓണത്തെ പോലെ മാളിൽ നിന്ന് ഉടുപ്പെടുക്കാൻ പോവാണോന്ന്. ഇനി അബദ്ധം ഞാൻ ആവർത്തിക്കില്ല. ഉടുപ്പ് നമ്മൾ അന്ന് പോയൊരു കടയില്ലേടി, ആ കോഫി ഷോപ്പിനടുത്തുള്ള, അവിടെ പോയിട്ട് എടുത്താലോ? അത് കുറച്ച് ചീപ്പായിരുന്നല്ലോ. ഇപ്രാവശ്യം സാരി വേണ്ടാന്ന് പറഞ്ഞാ കല്ലുവേ, എനിക്ക് ദേഷ്യ വരൂട്ടാ. രഘുവേട്ടാ, നമ്മളൊരു കര കേറിയിട്ട് പോരെ? നീ മോശം സാരി ഉടുത്ത എന്റെ പെങ്ങൾക്കാണ് അതിന്റെ കുറച്ചില്. സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല ഇത്. എന്താണാവോ ഇങ്ങനെ ഒന്നും വേണ്ടാന്ന് പറയണത്? അച്ഛന്റെ ഭാഗ്യം പറയച്ചാ. അതെ, മോൾക്ക് വിവരമുണ്ട്. പറയണം എന്നൊക്കെ ഉണ്ട് മോളെ, പക്ഷെ അമ്മ അങ്ങോട്ട് പൊങ്ങിപ്പോവും. അത് വേണ്ടാട്ടാ. അയ്യട കുശുമ്പാ. ഞങ്ങള് കോഫി ഷോപ്പിന്റെ അടുത്തുള്ള തുണിക്കടയിൽ പോകുമ്പോ വേറെ 2 പേരെ അവിടെ വെച്ച് കാണും. അതൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല കേട്ടാ. പക്ഷെ ഈ എപ്പിസോഡ് തുടർന്ന് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണെന്ന്. അശ്വിൻ, ജൂലിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവണ്ടേ? ഞാൻ എത്തിയിട്ടാ. എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നറിയോ? അല്ല, എന്ത് ചോപ്പാ താനീ ഇട്ടിരിക്കണേ? ഇതിനെന്താണ് കുഴപ്പം? വീട്ടിലിടാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പാർട്ടിക്ക് ഇടാൻ കൊള്ളില്ല. ഇത് വീട്ടിലിടുന്ന തന്നെയാ. എന്തിങ്ങനെ? ജൂലി ഇഷ്ടല്ലെന്ന് തനിക്കറിയാലോ. എന്ന് വെച്ചിട്ട് അവള് മാത്രാണോ? ബാക്കിയുള്ളവരുടെ കാണില്ലേ? കണ്ടോട്ടേനെ, ഞാൻ അവിടെ പെണ്ണ് കാണാനൊന്നല്ലോ പോണേ. അല്ല, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. താൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചുള്ളനായിട്ടാണല്ലോ വന്നിരിക്കണേ. എന്താണ്? ഷോന്റെ സ്നേഹ ഇത്ര പൊസസീവ് ആവരുത് കേട്ടാ. ഞാനിത് സ്ഥിരം കോളേജിൽ ഇടണേയല്ലേ, പിന്നെന്തുട്ടാണ് ഇത്? പാർട്ടി വെയർ ഒന്നല്ല. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. സമയം താമസിക്കുന്നുണ്ട് കേട്ടാ. വായോ, നമുക്ക് പോവാം. ഓക്കെ, പക്ഷെ പോണ വഴിക്ക് എനിക്കൊരു കടയിൽ കയറാനുണ്ട് കേട്ടാ. അമ്മയ്ക്ക് 2 തോർത്ത് വേണമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ വാങ്ങാൻ നിന്നാ ലേറ്റ് ആവില്ലേ? ഇല്ലാന്നേ, 2 തോർത്ത് വാങ്ങണോ നമ്മള് പോടും. ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. ഈ പെണ്ണ് മനഃപൂർവ്വം താമസിക്കാൻ എനിക്ക് ഉറപ്പാണ്. അശ്വിൻ എന്തുട്ടാ ആലോചിക്കണേ? അത് പിന്നെ ഏത് കടയിൽ നിന്ന് വാങ്ങുന്ന ആലോചിക്കായിരുന്നു. കോഫി ഷോപ്പിന്റെ അപ്പുറത്തൊരു കടയില്ലേ, അവിടെയാണ് നല്ലതെന്ന് എല്ലാരും പറയണോ. എന്റെ പൊന്നു സ്നേഹേ, നമുക്ക് പോകേണ്ട വലത്തോട്ട് കോഫി ഷോപ്പ് ഇടത്തേക്ക് പോണം. പോയാലെന്താ ലാഭാണ്. ശരി, എങ്ങടേക്കെങ്കിലും പോവാൻ വായോ. പിന്നെ നമ്മള് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേ? ഗിഫ്റ്റാ? എന്തുട്ടിന്? പാർട്ടിക്ക് ക്ഷണിക്കുമ്പോ പിന്നെ വെറും കൈയോടെ പോണോ? അല്ല അശ്വിൻ, ഈ പാർട്ടിക്ക് ചെല്ലാൻ താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നല്ലോ രാവിലെ അവളോട് സംസാരിച്ചത്. പക്ഷെ വൈകുന്നേരം ആയപ്പോ അവിടെ പോവാൻ താമസിക്കും നായി, ഗിഫ്റ്റ് വാങ്ങണം നായി. എന്തത്? നേരായിട്ട് ഞാൻ ക്ഷമിക്കുന്നു. പോവാൻ താല്പര്യം എനിക്ക് ഇപ്പോഴും ഇല്ല. പക്ഷെ വിളിച്ച സ്ഥിതിക്ക് പോവാണ്.
പോണ സ്ഥിതിക്ക് എന്തെങ്കിലും കയ്യിൽ കരുതേം വേണം, അതും മര്യാദ. അല്ലാണ്ട് അവളോടുള്ള ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും അല്ല. മനസ്സിലാവണുണ്ടോ? കൊണ്ടോന്ന് അതിനിപ്പോ ചൂടാവാൻ എന്തിരിക്കണോ, മനസ്സിലായി. എന്നാ കേറ് വണ്ടിയില് പോവാം. അപ്പൊ ഞങ്ങള് പോവാണ് കോഫി ഷോപ്പിന്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലേക്ക്. അവിടെ എന്ത് നടക്കുംന്ന് അടുത്ത എപ്പിസോഡിൽ അറിയാട്ടാ. കുഞ്ഞിക്കാട്ടിന് ഇഷ്ടാവണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടാ. ലൈക്കും ഷെയറും ചെയ്യണം, കുഞ്ഞു ചാനലല്ലേ.